ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചേനോ? ഇവിടെയും കഴിച്ചേനു. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ അവരുടെ അബാകസ് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാനൊക്കെ അവർ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ പോകാം കേട്ടോ. നമ്മുടെ അങ്കൂട്ടനെ രാവിലെ എണീച്ച്, അതായത് മദ്രസക്ക് പോകുമ്പോൾ പറഞ്ഞേ, എനിക്കിന്ന് അബാകസിന് പോകുമ്പോഴേ ഷൂ വേണ്ട കേട്ടോ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, നിനക്ക് എന്താ വെച്ചാൽ കേട്ടോ. അപ്പോൾ എനിക്ക് ചെരുപ്പ് സാധാരണത്തെ ചെരുപ്പ് മതി കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാ, നിനക്ക് എന്താ താല്പര്യം അത് ഇട്ടിട്ട് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നോക്കാം, ആൾ വന്നിട്ട് ഷൂ ഇടുന്ന ഒരേ തിരക്കാട്ടോ. ഇത്രയും നേരത്തെ ഈ ബാഗൊന്നും തൂക്കിയിട്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഈ കുട്ടിക്ക് ഈ നല്ല ചൂടല്ലേ, അപ്പോൾ ഇത്തിരി ഉള്ളിൽ വന്നിരുന്നാൽ മതി. അത് ചെയ്യില്ല, നേരത്തെ കാലത്ത് അവിടെ പോയി നിൽക്കും കേട്ടോ. നമ്മുടെ ഇപ്പോൾ കുറുമ്പി എത്തി, നമ്മുടെ അല്ലൂസ് ബോട്ടിൽ മറന്നു വെച്ചോട്ട് മേലെ പോയി എടുക്കാൻ പോയതാട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവരൊക്കെ എത്തിയല്ലോ, അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ വെള്ളപ്പയർ ചാറ് വെക്കാൻ വെച്ചിട്ടാട്ടോ. വെള്ളപ്പയർ പറഞ്ഞാൽ വൻപയർ. അപ്പോൾ എപ്പോഴും പുളി പിഴിഞ്ഞിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്, പുളിയാണ് ഇതിൽ ഒഴിക്കുക കേട്ടോ. ഇന്നിപ്പോൾ പുളി വേണ്ട, മാങ്ങ കിട്ടിക്കണം. മാങ്ങയും കത്തിരിക്കായും ഇട്ട് വെക്കാൻ വെച്ചിട്ടാട്ടോ ചാറിൽ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അങ്ങോട്ട് നല്ല തിളച്ച് ഒക്കെ റെഡിയായി വന്നിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതിലൊന്ന് ഇറക്കി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് തിളപ്പിച്ച് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് അങ്ങോട്ട് മാറ്റാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളപ്പയർ ചാറ് വെക്കാനുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ട് ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഒരു 3-4 വിസിലൊക്കെ ആവുമല്ലോ. 3-4 വിസിലൊക്കെ ആകുമ്പോൾ നിർത്തിയും വെക്കാം. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ നാഷ്ട ചപ്പാത്തിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ നാഷ്ട. ഇനിയിപ്പോൾ വാഴക്കുപ്പേരി അങ്ങോട്ട് വയ്ക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ വാഴക്കൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി അതിലേക്ക് 4-5 പച്ചമുളക് അരിഞ്ഞൊക്കെ ഇടാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചമ്മന്തി അരക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഉള്ളിച്ചമ്മന്തി അരയ്ക്കാൻ വെച്ചിട്ടാട്ടാ. അപ്പോൾ എന്താ പറയണത്, ചൂട് നല്ല ചൂടാണ് കേട്ടോ. മഴയാണ് കേൾക്കണോ രസം. ഇവിടെ അടുത്ത് വരെ പെയ്തിക്കണ് മഴ, എന്നാൽ ഇവിടെ പെയ്യണില്ല. അതിൻ്റെ ഏറ്റവും വലിയ അതിശയം. അപ്പോൾ ഇക്കാൻ്റെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്, വല്ലാത്ത ചൂട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്താൽ പറയും വല്ലാത്ത തണുപ്പ്. ഇപ്പോൾ ചൂടായപ്പോൾ വല്ലാത്ത ചൂട്. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ ചൂട് എന്ന് പറയും. മഴ കൂടി എന്നും പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിച്ചമ്മന്തി അരക്കാം നമുക്ക്. ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് നമ്മുടെ പുളിയൊക്കെ ഇട്ട്. ഇതിപ്പോൾ ആർക്കും അറിയാത്തതില്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റ് അല്ലേ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതോടെ സെറ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ വൻപയറൊക്കെ വെന്തൊക്കെ വന്നിക്കണം. അപ്പം ഇനിയിപ്പോൾ മാങ്ങയും നമ്മുടെ വഴുതനയും ഇടാൻ വെച്ചിട്ടാട്ടോ. ഇവിടെ നമ്മുടെ അവിടെ കത്തിരിക്കായ എന്നൊക്കെ പറയും, ചിലവിടെ വഴുതന. ഓരോ സൈസല്ലേ പറയാം അല്ലേ. അപ്പോൾ അത് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേവട്ടെ. അതിൽ മുളക് പൊടി 2 സ്പൂൺ ഇട്ടിക്കണ്, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ വാഴക്കുപ്പേരി ഏകദേശമൊക്കെ ആയിക്കണം. ഇനിയിപ്പോൾ അലക്കിയ തുണികളൊക്കെ ഒന്ന് ഉണക്കണം. പിന്നെ ചാറൊക്കെ റെഡിയായി തേങ്ങയും കൂട്ടി. തേങ്ങ അരയ്ക്കുമ്പോൾ 2 ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പ് ഇതിൽ ഒഴിക്കണം കേട്ടോ നമ്മുടെ ചാറിൽ. പിന്നെ നമ്മുടെ ഉപ്പേരി താളിച്ച് കൊട്ടാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ അങ്ങോട്ട് കടുകും ഉപ്പൊക്കെ ഇട്ട്, കറിവേപ്പില ഇട്ട് അങ്ങോട്ട് ഉപ്പേരിയൊക്കെ അങ്ങോട്ട് ഇതിൽ കൊട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കും. ഇനിയിപ്പോൾ നമ്മുടെ അബാകസിന് പോയ കുട്ടികൾ 12-12:30 ആകുമ്പോഴത്തേനും എത്തും കേട്ടോ. അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ നമ്മുടെ അങ്കു വന്നിക്കണം കേട്ടോ. പിന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എണീച്ചു. അപ്പോൾ ഊഞ്ഞാലയിൽ ഇരിക്കണം എനിക്ക് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ഊഞ്ഞാലയിൽ ഇരുന്നോ പറഞ്ഞിട്ട് ഊഞ്ഞാലൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഇരുന്ന് ആട് കേട്ടോ ആശാൻ. അപ്പോൾ എടാ അങ്കു, നിനക്ക് ജ്യൂസ് വേണമെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. ഞാൻ
ബാസി പറഞ്ഞു ബൂസ്റ്റ് ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ അല്ലോ എനിക്കാ ചായ വേണ്ടതേ വേണ്ട. അപ്പോൾ ശരി കുറച്ച് ഓറിയോ എടുത്തിട്ട് പാലും ഒഴിച്ചിട്ട് 2 ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് ബൂസ്റ്റും ഇട്ട് പഞ്ചസാര ആവശ്യത്തിനിട്ടിട്ട് ഒരു ഓറിയോ ഷേക്ക് പോലെ ആക്കി കൊടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതാണെങ്കിൽ കുടിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അങ്കു ഐസ് തിന്നു കേട്ടോ. അതൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് ഇതിപ്പോൾ പാല് അധികം നല്ല ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാത്തത് ഇവർക്ക് നല്ല തണുപ്പായ തൊണ്ടവേദന വരും കേട്ടോ. നമ്മുടെ അങ്കുവിന് പെട്ടെന്ന് വരും. ഇവർക്ക് രണ്ടുപേർക്കും കഫക്കെട്ടിൻ്റെ ശല്യം നല്ല കൂടുതലാണ് കേട്ടോ. നല്ല തണുപ്പ് കഴിച്ചാൽ അവർക്ക് എന്തായാലും പനിയും വരും ചുമയും വരും. അപ്പോൾ അത് ഇനിയിപ്പോൾ മദ്രസയൊക്കെ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിനും പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതാക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അല്ലൂസിനൊക്കെ വിളിച്ച് അല്ലൂസ് പൊരിഞ്ഞ കളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ജ്യൂസ് കുടിക്കാൻ വിളിച്ചപ്പോൾ ആൾക്ക് അതിനുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ജ്യൂസ് കൂടിയൊക്കെ പോയപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ കളിക്കാൻ ആരും ഇല്ലാണ്ടായിട്ടോ, ക്രിക്കറ്റ് കളിക്കാൻ. അപ്പോൾ പിന്നെ അനിയങ്ങനെ വിളിക്കുക, വാടാ നീ. അപ്പോൾ വാടാ നമുക്ക് കളിക്കാടാ ക്രിക്കറ്റ് പോകണം. അപ്പോൾ ഞാൻ വെളിക്ക് ഞാനില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പോടാ, ഒന്ന് കളിക്കാൻ പോടാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോയിട്ടോ. ഇതിലെ രസം അതല്ല, അങ്കു തോറ്റേ കൊടുക്കൂല കേട്ടോ. അല്ലു പാവം കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവൻ്റെ വഴിക്കേ വരും കേട്ടോ നമ്മുടെ അല്ലു. പിന്നെ അതാ ആളുടെ കയ്യിൽ ബാറ്റ് കിട്ടിയിട്ടുണ്ട്. ബാറ്റ് കിട്ടിയാൽ പിന്നെ അല്ലുവിന് കൊടുക്കണതില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവന് സൈക്കിൾ ഓട്ടാൻ പോയി. പിന്നെ ഇവൻ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഇഷ്ടപ്പെട്ടൊന്നായിരുന്നു. ഇനി കാണും വരക്കും ടാറ്റാ.